ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള മാരേജ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് ഈ കുട്ടിക്ക് പല രീതിയിൽ ഇമ്പാക്ട് ചെയ്യാം. അത് എന്ത് റീസൺ കൊണ്ടും ആയിക്കോട്ടെ. ബേസിക്കലി ആ കുട്ടിയുടെ സേഫ്റ്റിയാണ് അവിടെ പോകുന്നത്. എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ പാരന്റ്സ്. ഓക്കെ, അപ്പൊ ബേസിക്കലി അവിടെ ഇല്ലാണ്ടാവുന്നത് സേഫ്റ്റിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ റിലേഷൻഷിപ്പിലുള്ള സ്ട്രഗിൾസ് കൊണ്ട് പാരന്റ്സിന്, എസ്പെഷ്യലി മദറിന്, ആ കുട്ടിക്ക് ഫുള്ളായിട്ട് ഒരു ഇമോഷണൽ മെന്റൽ പ്രസൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് ചൈൽഡ് ഈസ് എക്സ്പീരിയൻസിങ് എ ഡിസ്കണക്ട്. മദർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫാദർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കണക്ഷൻ. എവിടെയാണോ കണക്ഷൻ ഉള്ളത് അവിടെ ഒരു ഫ്രാക്ചറിനുള്ള ഒരു പോസിബിലിറ്റിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രാക്ചർ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മദറുമായിട്ടുള്ളത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അവിടെയാണ്. നമ്മുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പെർസീവ് ചെയ്യുന്നതും അറിയുന്നതും എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് വിത്ത് ദ മദർ, ദെൻ ഫാദർ. ഓക്കെ, സോ ഈ രണ്ട് റിലേഷൻഷിപ്പാണ് നമ്മളുടെ ലൈഫിന്റെ ഒരു ഫൗണ്ടേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ കുട്ടി വളർന്നു വരുമ്പം ഫൈനാൻഷ്യൽസിലുള്ള ചാലഞ്ചസ് ആയിരിക്കാം, കരിയറിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അത് എന്തുമാവാം. ബട്ട് ബേസിക്കലി പാരൻസിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നില്ല എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പോകുമ്പോൾ അവിടെ ഓൾറെഡി അവരൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു.